നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവളെ കണ്ടിട്ട് അമ്മ നല്ല സമ്മാനം തന്നെ കൊടുത്തേന്ന് തോന്നുന്നു. ശമേ, എന്താ ശമേ? സർ, നമുക്ക് പോവാം. എന്താ എന്താ പറ്റിയേ? നമുക്ക് പോവാം. പോവാനോ? എനിക്കിപ്പോ പോണം. എന്താ എന്താ കാര്യം? സർ, നമുക്ക് പോവാം. സമയം എന്താ? എനിക്ക് പോണം. ശരി, പോ. ഷമേ, എന്താ കാര്യം? നീ കാര്യം പറയേ. ഇനി ഇവിടെ നിന്നാ ചെലപ്പോ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ശമേ, ശമേ, കരയല്ലേ, എല്ലാം പിന്നെ സംസാരിക്കാം. വാ, പോ. ഓക്കേ. വസു, എന്താ ശ്യാമ സങ്കടപ്പെട്ടു പോയത്? എന്താ കാര്യം? വസുവിനോടാ ചോദിച്ചത് എന്താ ശ്യാമ സങ്കടപ്പെട്ടു പോയതെന്ന്. ഞാൻ ചില കാര്യങ്ങൾ അവളോട് ആവശ്യപ്പെട്ടു. അവൾക്കത് പറ്റില്ല. എന്ത് കാര്യം? എന്റെ അഖിമോന്റെ ആയുസിന് ദോഷം വരാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ചോദിച്ചതല്ല വസു മറുപടി പറയുന്നത്. അതെ, ആ ചോദ്യത്തിനുള്ള മറുപടിയാ ഞാൻ പറഞ്ഞേ. എന്റെ അഖിക്കൊന്നും സംഭവിക്കരുത്. അമ്മേ, അമ്മ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾക്കത് നിസ്സാരമാകാം. പക്ഷേ അഖിയുടെ അമ്മ ഞാനാ അവനെ പ്രസവിച്ചത്. അമ്മേ, എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞത് ശ്യാമയ്ക്ക് മനസ്സിലായി. അതാ അവള് പോയെ. ഇന്ന് ശ്യാമ രക്ഷപ്പെട്ടു പോയി. പക്ഷെ ഞാൻ അവളെ വിടില്ല. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ശ്യാമയ്ക്ക് അത്ര സഹിക്കാൻ പറ്റാത്തത് എന്തോ താൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. എന്തായാലും ഞാൻ അഖിയെ ശ്യാമയെ വിളിക്കും. വസു പറഞ്ഞത് എന്താണെന്ന് ഞാൻ അറിയും. അപ്പൊ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ സംസാരിക്കുന്നത്. ഇങ്ങനെ ആവില്ല എന്റെ പെരുമാറ്റം. ഓർത്തോ? അമ്മ ശ്യാമ ഇത്രയ്ക്ക് വേദനിപ്പിക്കുന്ന എന്ത് കാര്യമാ പറഞ്ഞത്? അങ്ങനെ പോയാൽ എങ്ങനെയാ? എന്നാൽ ആ സന്തോഷമുള്ള കാര്യം എനിക്കിപ്പോ അറിയണം. അമ്മയെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ശ്യാമ,
ശ്യാമ വിഷമിച്ചിരിക്കായിരുന്നു അല്ലേ? ഏ ഏ എന്ത് വിഷമം? ഒന്നുമില്ല. എനിക്കറിയാം. വീട്ടിൽ പോയി അമ്മയെ കണ്ടത് മുതൽ ഇങ്ങനെയാ. ശ്യാമയെ റൂമിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് അമ്മ എന്താ പറഞ്ഞെന്ന് മാത്രം ഇതുവരെ എന്നോട് പറഞ്ഞില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചു, അല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. വിഷമമുണ്ടാക്കുന്ന രീതിയിലോ? ആ എന്നാ ആ ജോത്സ്യര് പറഞ്ഞില്ലേ, 1 വർഷത്തിനകം നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായ അഖിൽ സാറിന്റെ ആയുസിനത് പ്രശ്നമാണെന്ന്. അതിപ്പോഴും അമ്മ വിശ്വസിച്ചിരിക്കാൻ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ആ തെറ്റായ വിശ്വാസം അത് മാറ്റിക്കൊടുക്കണമല്ലോ. അല്ല, അഖിൽ സാറിന്റെ കാര്യം അമ്മയ്ക്ക് അത്രയും പ്രധാനമല്ലേ, അതുകൊണ്ട് ദേഷ്യപ്പെട്ടു പോയതായിരിക്കും. എന്നാലും അങ്ങനെ സ്നേഹത്തോടെ വിളിച്ചു വരുത്തി ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ. സത്യത്തിൽ അമ്മ വിളിച്ചപ്പോ എല്ലാം മറന്ന് നമ്മൾ പോയതാ തെറ്റ് അല്ലേ? അങ്ങനെയൊന്നും കരുതണ്ട. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. പിന്നെ നമ്മൾ വിഷമിക്കുന്ന എന്തിനാ സാർ? ഇങ്ങനെ നമുക്ക് രണ്ടുപേർക്ക് സന്തോഷമുള്ള സമയത്ത് വെറുതെ ഇങ്ങനെ ടെൻഷൻ ആവുകയാണോ? എന്നാലും അമ്മ അങ്ങനെ ദേഷ്യപ്പെടണ്ടായിരുന്നു. ഞാനിത് വിട്ടുകളയാൻ പലതവണ പറഞ്ഞു. വീണ്ടും വീണ്ടും അതെന്നെ പറഞ്ഞാ ഇനി പിണങ്ങുന്ന ഞാനാവില്ല. പിന്നെ മറ്റൊരാളായിരിക്കും. അതാരാ? എന്റെ അച്ഛൻ വലിയ പെശകാണ്, ദേഷ്യക്കാരനെന്നൊക്കെ ഇപ്പോഴേ തീരുമാനം എടുത്ത് കാണും. അതാരാ? നേരിട്ട് എന്നെ ചോദിച്ച പിണക്കം മതി, എന്നെ ഒന്ന് ശ്രദ്ധിക്കാന്ന് പറഞ്ഞ് ഇവിടെ ഒരാൾ കുറെ നേരമായിട്ട് ബഹളം വെക്കുക. ആണോ മോളെ? അമ്മയുടെ വയറ്റിനകത്ത് ബഹളം വെക്കുക? മോളല്ല, മോൻ. അല്ല, ശ്യാമയെ പോലെ ഒരു സുന്ദരി മോള്. അല്ല, അഖിൽ സാറിനെ പോലെ നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ കുസൃതിയുള്ള ഒരു മോൻ. ശരി, സമ്മതിച്ചു. എന്നാ നമ്മുടെ ഉണ്ണിക്കണ്ണനെ എന്താ പറയുന്നെന്ന് ഞാനൊന്ന് കേക്കട്ടെ. ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ലല്ലോ. ആര് പറഞ്ഞു? അച്ഛാന്ന് വിളിക്കാം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.